മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ കൃഷ്ണ. അപ്പൊ കുറെ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ബ്ലോഗായിട്ട് വന്നിരിക്കുവാണ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഷെനോയിസിലാണ് ഒരു പുതിയ സിനിമ കാണാൻ വേണ്ടിയിട്ട്. കറുപ്പ് എന്ന് പറഞ്ഞ മൂവിയാണ് സൂര്യയുടെ. അതിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സോ എൻ്റെ ഞാൻ മാത്രമല്ല, എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, മീറ്റ് മിസ്റ്റർ പ്രണവ് ആൻഡ് ആനന്ദ്. അപ്പൊ നമ്മൾ മൂന്നുപേരാണ് കാണാൻ പോകുന്നത്. സോ സിനിമ കാണാം. ഗൈസ്, സാഡ് ന്യൂസ്, സിനിമ ക്യാൻസലായി ഗൈസ്. മെസ്സേജ് വന്നത് ഞാൻ കണ്ടില്ല. പോടാ, കുമാർ എന്നെ ഇങ്ങനെ പുച്ഛിക്കുവാണ്. ഞാൻ മെസ്സേജ് കണ്ടില്ല വന്നത്. നീ മിണ്ടരുത് പോടാ. അപ്പൊ നമ്മള് രണ്ടെണ്ണം കൂടി എന്നെ കൊല്ലാക്കൊല്ല ചെയ്യുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സെൻട്രൽ മോളിൽ വെറുതെ കറങ്ങുന്നു. എന്നിട്ട് 1:30 മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് ക്യാൻസലാവോ നോക്കാം. ഗൈസ്, ഷെനോയിസ് വീണ്ടും പണി തന്നു. എന്താണ്, ഇവിടെ വീണ്ടും ക്യാൻസലായി ടിക്കറ്റ്. അപ്പോൾ നമ്മൾ വിട്ടുകൊടുക്കൂല, നമ്മളതേ ബൗളിംഗ് കളിക്കുവാണ്. ഓക്കെ, സോ നമുക്ക് കുറച്ച് വിഷ്വൽസ് അതിൻ്റെ നോക്കാം. ഓ പൊളി പൊളി, സ്പെയർ. എന്താ പറയാനുള്ളത്? പറഞ്ഞോ. ഒന്നും പറയാനില്ല. എന്നാലും എൻജോയ് ചെയ്യുന്നില്ലേ? അതാണ്, എൻജോയ് ചെയ്യുന്നില്ലേ? നമ്മൾ നോക്കാൻ പോവാണ്. ഗൈസ്, ആനന്ദാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. മൂന്നെണ്ണം കൂടി ബോളിനെ വീക്ഷിക്കുന്ന മിസ്റ്റർ ആനന്ദ്. എന്താണ്, കൈ കുടുങ്ങി. 3 കൂടി. രണ്ടും കൂടി ബാക്കി. ഞാനാണ് ലാസ്റ്റ് നിൽക്കുന്നത്, പക്ഷെ എനിക്കതിൽ വിഷമമൊന്നുമില്ല, സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ലാസ്റ്റ് സ്കോർ ഇതാണ്. ആഷി, ഞാൻ 66. ബാക്കി സ്കോർ ഇവിടെ മിസ്സായി, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, എല്ലാം പരിപാടിയും കഴിഞ്ഞ് വീടെത്തി. അപ്പോൾ വീടെത്തിയിട്ട് ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോഴാണ് കാണാൻ സാധിച്ചത്. അതായത് നമ്മൾ പോയ തിയേറ്ററിന്റെ കുഴപ്പമില്ലായിരുന്നു. കേരളയിൽ കേരളയിൽ നമ്മുടെ കറുപ്പ് എന്നുള്ള സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റി. അതായത് ഇന്ന് റിലീസാവേണ്ട സിനിമയായിരുന്നു, പക്ഷെ അതിന്റെ ഡേറ്റ് മാറ്റി എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കറുപ്പ് എന്ന് ഹാഷ്ടാഗ് അടിച്ച് നോക്കിയപ്പോ കണ്ടത്. അപ്പോ എന്താണ്, അത് കണ്ടപ്പോ കുറച്ചൊന്നും ഇതായി. കാര്യം ലൈക്ക് ഞാൻ പോവാറുള്ള തിയേറ്ററുകളിൽ ഏറ്റവും മികച്ച, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിയേറ്ററാണ് ഷെനോയിസ്. അവരിൽ നിന്ന് എനിക്കിപ്പോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അപ്പം ഇപ്രാവശ്യം ഫസ്റ്റ് ടൈം ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞാനും വിചാരിച്ചത് ഉണ്ടാവാൻ കാര്യം എന്താണെന്നറിയില്ല. പക്ഷെ അപ്പം എന്തായാലും ആ ഒരു മൂഡ് കളയാൻ വേണ്ടി പിന്നെ മോളിലൊക്കെ പോയി ഒന്ന് കറങ്ങി ബോളിംഗ് ഒക്കെ കളിച്ച് അതിന്റെ വിഷ്വൽസാണ് നിങ്ങൾ കണ്ടത്. പിന്നെ അപ്പൊ ഞങ്ങൾ 2 പ്രാവശ്യം ബുക്ക് ചെയ്തു. ഒന്ന് 10 മണിക്കും ഒന്ന് 1:30ക്കും. പക്ഷെ രണ്ടും ക്യാൻസൽ ആയിപ്പോയി. അത് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, എല്ലാം കറങ്ങി ചുറ്റിയൊക്കെ കറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാരും വീട്ടിലെത്തി. അപ്പോ എന്താണ്, ഞാനൊക്കെ പറഞ്ഞ ഞങ്ങൾ 3 പേരും ആക്ച്വലി പറഞ്ഞ കൊച്ചിരാജാവില് ഘട്ടം പറയുന്ന പോലെ കാവടി തുള്ളി പോയതാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ കാണാം എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഞാൻ ബ്ലോഗ് എടുക്കാൻ കാര്യം, നമുക്ക് ഫ്രണ്ട്സിന്റെ തന്നെ എല്ലാവരുടെ റിവ്യൂ ഒക്കെ ചോദിക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിക്കാം, കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ട് നല്ല ഒരു രസകരമായ ഒരു വ്ലോഗ് ആക്കാം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ആ രീതിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷെ വേറെ കുറച്ച് രീതിയിൽ ഞാനത് മാറ്റി. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യുക. എന്തായാലും ഫ്രണ്ട്സ് ഒക്കെ നല്ല ചില്ലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും അവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഔട്ട്രോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ സെറ്റപ്പിലൊക്കെ വന്നിട്ടൊരു ഔട്ട്രോ എടുക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുവാണെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പടപടി നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. മാത്രമല്ല, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ വ്ളോഗിംഗ് വേൾഡ് ബൈ ആശ കൃഷ്ണ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക്
ടൈം ടു ടൈം ലഭിക്കുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോ വെച്ച് കാണാം. കൃഷ്ണ സൈനിങ് ഓഫ്. താങ്ക് യു ആൻഡ് ബൈ ബൈ.